ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അടുത്ത് വന്നല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു. ഇപ്പോൾ സമയം അതാണ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഏകദേശം 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ എന്തായാലും ക്രാഫ്റ്റിങ് അതൊക്കെ ഇതൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്താൻ പോകാറുണ്ട്. പക്ഷെ ഞാനില്ല, എനിക്ക് 3 മക്കളാട്ടോ. അപ്പോൾ ഞാൻ അവരുടെ രണ്ടാളുടെ കാര്യത്തിൽ അത്ര അധികമൊന്നും ഇങ്ങനെ ക്രാഫ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെറിയവളുടെ കാര്യത്തിൽ മാത്രം കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ആക്കാമെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ ആദ്യമായിട്ടായിരുന്നു എൻ്റെ ക്രാഫ്റ്റിങ് ഇത് അവളുടെ ക്രാഫ്റ്റിനേക്കാളും എൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയാം, എൻ്റെ ആദ്യത്തെ ക്രാഫ്റ്റ് എന്ന് എനിക്കറിയാവുന്നത് പോലെ ഞാൻ ചെയ്തില്ലേ. സ്കൂളിലേക്ക് പോകുന്ന നേരത്താണ് കേട്ടോ ഇത് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ആ സമയത്താണെങ്കിൽ ക്രാഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ഗമ്മില്ലേ, ഫെവിക്കോൾ, അത് കയ്യിലുണ്ടായിരുന്നില്ല. അതാണെങ്കിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കാവുന്ന രീതിയിൽ, കാരണം അവർക്ക് എൻ്റെ വലിയ മോൾക്കാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാൻ പോയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ടാണ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അവർക്ക് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ തലയൊക്കെ ചീവി കൊടുക്കണം, യൂണിഫോം ഇടണം, അങ്ങനെ കുറേ പരിപാടികൾ ആ നേരത്താണ് ഞാനും ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ ഞാൻ എനിക്കാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി. ഒരു ഇതുപോലത്തെ ഒരു ചക്ര പോലത്തെ ഒരു ടാഗാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ഏകദേശം ഒന്ന് ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തലയൊക്കെ ചീവി അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ ചോറൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയാണെങ്കിൽ ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഈ കവറൊക്കെ ശ്രദ്ധിച്ച് നോക്കുക, കാരണം ഈ ചെമ്മീനൊക്കെ നല്ല പൊന്നിൻ്റെ വിലയാണല്ലോ. ഇതാണെങ്കിൽ 150 രൂപയ്ക്കുള്ള ചെമ്മീനായിരുന്നു. അത് അങ്ങനെ കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുള്ള ഉള്ളിയാണ് ഇപ്പോൾ ഇത് മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ചെമ്മീനിൽ വറവ് ഉണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഈസി ആയിട്ട് തന്നെ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇട്ട് കൊടുത്തു, എന്നിട്ട് 2 തക്കാളി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തു. അതൊന്ന് നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പിട്ട്, പിന്നെ അതിലുള്ള മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അവസാനത്തിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ വറ്റിച്ചിട്ട് എടുക്കുന്നുമില്ല, അല്ലാതെ തന്നെ നല്ലോണം ലൂസാക്കിയിട്ടും എടുക്കുന്നില്ല. മീഡിയം അങ്ങനത്തെ ഒരു ചെമ്മീൻ കറിയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചെറിയ ചെമ്മീനായിരുന്നു, അതുകൊണ്ട് തന്നെ ചെമ്മീൻക്ക് നല്ല ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീൻ കറിയുടെ ചെമ്മീൻ മണമില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെമ്മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വൈകുന്നേരത്തേക്ക് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഓർഡർ ആക്കിയിട്ട് കൊടുക്കാം, മറ്റൊരെണ്ണം ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ കേക്ക് അങ്ങനെ ഉണ്ടാക്കാറില്ല വീട്ടിൽ, കാരണം അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് കുട്ടികളൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇത് കാലിയാവാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ചെമ്മീൻ്റെ കറീൻ്റെ വൈൻഡപ്പ് എടുത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 10ക്ക് ആണ് ഈ ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കോമ്പിനേഷൻ കേട്ടോ. അങ്ങനെ ഇത് 10ലൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രാത്രിയിലത്തെ വീഡിയോ കേട്ടോ. ഇത് 10ലാണ് കേട്ടോ. ഞാനപ്പോൾ 10ക്ക് വേണ്ടിയിട്ടാണ് ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കേക്കിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒരെണ്ണം കൊടുക്കാനുള്ളത്, മറ്റൊരെണ്ണം ഞങ്ങൾക്കാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ കുറച്ച് മെസ്സിങ് ആയിട്ട് കാണുന്നുണ്ടല്ലോ, അത് അതിൻ്റെ മുകളിൽ ഞാൻ ഐസ്ക്രീം ഒഴിച്ചത്. ഞാൻ ഐസ് കേക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐസ്ക്രീം ഉള്ളതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം ഒന്ന് ബീറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെയല്ല സത്യമായിട്ടാണെങ്കിലും ഈ ഐസ് കേക്ക് ഉണ്ടാക്കാറ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു. മറ്റേതിന് ഞാൻ കുറച്ച് അങ്ങോട്ട് ഡെക്കറേഷനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാം.
അതിന് സബ്സ്ക്രൈബ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈക്കെങ്കിലും ആക്കി ഒന്ന് സപ്പോർട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ആക്കാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.